ഹായ്, ഇന്ന് നമുക്ക് ഒരു യാത്ര ഉണ്ട്. ആ യാത്രയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം. അപ്പോൾ എന്തായാലും ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ എല്ലാവർക്കും വീഡിയോ. നമസ്കാരം. ഞാനാണ് വിനോദ് ബാബു, വി ഫോക്ക് ബാൻഡ് പാലോട്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു അമ്പലത്തിനെയാണ്. ഒരു കാലത്ത് കൊല്ലങ്ങൾ പഴക്കമുള്ളൊരു അമ്പലമാണ് ഇത്. ഒരു നരസിംഹമൂർത്തി അമ്പലമാണ്. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് കാലം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ ഇവിടുത്തെ ഉള്ള ആളുകളെല്ലാം കൂടി സഹകരിച്ച് ഈ അമ്പലം ഇതുപോലെ നല്ലൊരു അമ്പലമാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഏകദേശം 1450 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. 10 അവതാരങ്ങൾ, അതിൽ ഒന്നാണ് നരസിംഹമൂർത്തി. 1450 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമതിലുകളോ ചുറ്റമ്പലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും പീഠക്കല്ല് മാത്രമാണ് ഉണ്ടായിരുന്നത്. കാടു പിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ബിംബം ഉണ്ടായിരുന്നില്ല. മാപ്പിള ലഹള അഥവാ ടിപ്പു സുൽത്താൻ്റെ യുദ്ധകാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം തകർക്കപ്പെട്ടത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഉപദേവന്മാർ ഇല്ലാത്ത ഒരു അമ്പലമാണ്. ഒരു പ്രത്യേകത ഒരുപാടുള്ളൊരു അമ്പലമാണ്. അതിൻ്റെ ഒന്നാണ് ഉപദേവന്മാർ. അതായത് മറ്റ് മൂർത്തികളും മറ്റു വേറെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗണപതി ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്. നമ്മൾ ഏത് അമ്പലങ്ങളിൽ പോയാലും ചുരുക്കം അമ്പലങ്ങളിൽ മാത്രമാണ്, ഇതുപോലുള്ള അമ്പലങ്ങളിൽ മാത്രമാണ് ഗണപതി ഇല്ലാത്ത അമ്പലങ്ങൾ ഉണ്ടാവുക. ഈ അമ്പലത്തിനും അതേ ഒരു പ്രത്യേകതയാണ്. പിന്നീടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വേലപൂരങ്ങളും ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. വെടിക്കെട്ട്, ആന എന്നിവ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നടക്കുന്നത് വെറും പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ മാത്രമാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേക പൂജകൾ എന്ന് പറയുന്നത് 30 ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ അമ്പലത്തിൽ നല്ല പൂജകളും അതുപോലെ തന്നെ അന്നദാനവും നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും, അതിൽ ജാതിയോ മതമോ വേറെ ഒന്നും വേർതിരിവില്ലാതെ എല്ലാവരും സഹകരിച്ച് സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ അമ്പലം ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്ത് ഈ അമ്പലം കാണുമ്പോൾ നമുക്ക് ഒരു പേടി സ്വപ്നമായിരുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് ആളുകൾക്ക് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അമ്പലത്തിൻ്റെ ഉച്ച സമയങ്ങളിൽ നിന്നും നമ്മൾ പോകാൻ പേടിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ 4 ഭാഗങ്ങളിലും പോകാനൊന്നും കാട് പിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്ക് അറിയപ്പെടാവുന്ന ഒരാളുണ്ടായിരുന്നു, വയസ്സായ, ഇപ്പോൾ ആൾ മരിച്ച് മൺമറഞ്ഞു പോയി. ആ ആൾ മാത്രമാണ് ഈ അമ്പലത്തിൽ കയറിയിരുന്നത്. അപ്പോൾ എന്തായാലും ആളെ പേര് ഞാൻ മറന്നുപോയി. ആളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ വരുമ്പോൾ ഓരോന്നും കണ്ട് പേടിച്ച് അവർക്ക് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളും ഇപ്പോൾ ഈ അമ്പലത്തിൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 4 ഭാഗങ്ങളിൽ ഉള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ദോഷം കാരണമാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഈ അമ്പലത്തിൻ്റെ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് സംസാരശേഷിയില്ലാത്തതും കേൾവിശേഷിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിപ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഈ നരസിംഹമൂർത്തി അമ്പലം.